പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സയൻസിലൊക്കെ വരുന്ന സബ്ജക്റ്റായ ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. ചാപ്റ്റർ 5 മീൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിന് തുടർച്ചയായുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറ്റമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. പരീക്ഷ മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി നമ്മൾ ആൻസറുകൾ എന്ത് ചെയ്യുന്നത് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ അവതരിപ്പിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 മാർക്കാണ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. വാട്ട് ഈസ് മീൽ പ്ലാനിംഗ്, സ്റ്റേറ്റ് ഇറ്റ് ഇമ്പോർട്ടൻസ്. എന്താണ് ഭക്ഷണ ആസൂത്രണം, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. ഭക്ഷണ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഓരോ നേരവും എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്രത്തോളം കഴിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് എന്ന് പറയുന്നത് ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലഭ്യമായ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കത്ത വിധത്തിൽ പോഷകാഹാരങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയെന്ന് ആയി തന്നെ ചോദിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പോഷകാവശ്യത്തെ നിറവേറ്റുന്നുണ്ട്, ഓരോ വ്യക്തിയുടെയും ഭക്ഷ്യ താല്പര്യത്തെ വേർതിരിക്കുന്നുണ്ട്, ഊർജത്തെയും സമയത്തെയും പണത്തെയും സംരക്ഷിക്കാനൊക്കെ ഈ ഭക്ഷണ ആസൂത്രണം സഹായിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മീൽ പ്ലാനിംഗ്. ഭക്ഷണ ആസൂത്രണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം ഒരു 11 പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. പോഷണ പര്യാപ്തത, ഇത് 5 മാർക്കിന് ചോദിക്കുകയാണ്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ആകുമ്പോൾ ഈ 11 പോയിന്റ് മാത്രം മതി. 5 മാർക്കിനാകുമ്പോൾ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പോഷണ പര്യാപ്തത നമ്മളെ ഭക്ഷണ ആസൂത്രണം സാധിക്കുന്നുണ്ട് പോഷക ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ആസൂത്രണം വ്യത്യസ്തമാണ്. ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല മുതിർന്ന വ്യക്തിക്ക്, ഒരു രോഗിക്ക് കൊടുക്കുന്നത് വ്യത്യസ്തമാണ്. അത് ലിംഗം, സ്ത്രീകളും പുരുഷന്മാരും കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പുരുഷന്മാർ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും ആർക്കും ഇഷ്ടമുണ്ടാവില്ല, സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. സ്ത്രീകൾ കഴിക്കുന്ന പലതും ആർക്കും ഇഷ്ടമില്ലാത്തതുണ്ട്, പുരുഷന്മാർക്കുണ്ട്. ആ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭക്ഷണം വ്യത്യാസം വരുന്നുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും ഭക്ഷണം വ്യത്യാസം വരുന്നുണ്ട്. നല്ലോണം അധ്വാനിക്കുന്ന ആൾ കഴിക്കുന്നതും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾ കഴിക്കുന്നതുമായ ഭക്ഷണത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഭക്ഷണം വ്യത്യാസമുണ്ട്. സാമ്പത്തിക പരിഗണന, അല്ലേ, വീട്ടിലെ വരുമാനത്തിനനുസരിച്ച് ഒരു റിച്ചായ ആളുകളുടെ വീട്ടിലുള്ള ഭക്ഷണം ആകൂല ഒരു പൂറായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ. അതുപോലെ സമയം, ഊർജം, കഴിവ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭക്ഷണ വ്യത്യാസമുണ്ട്. കാലികപരമായ ലഭ്യത എപ്പോഴും ലഭ്യമാണെന്നില്ലല്ലോ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ ബീഫ് കഴിക്കുന്ന ആളുകളുണ്ടാവും, ചിലർ കഴിക്കാത്തവരുണ്ടാവും, ചിലവർ മീൻ കഴിക്കുന്ന ആളുകളില്ലാത്ത, അങ്ങനെ പലതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. കേരളക്കാർ കഴിക്കുന്ന ഭക്ഷണമല്ല നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത്. ഇങ്ങനെ പല വ്യത്യാസം വരുന്നുണ്ട്. സാംസ്കാരിക മത പാരമ്പര്യങ്ങൾ, നിറത്തിലുള്ള വൈവിധ്യവും ഘടനയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഭക്ഷണ വ്യത്യാസം വരുന്നുണ്ട്. സുരക്ഷിത മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭവ ആസൂത്രണം വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ഫുഡ് ഗ്രൂപ്പ്. എന്താണ് ഫുഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ചില പൊതു സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്ന നിരവധി ഭക്ഷ്യ ഇനങ്ങൾ അടങ്ങിയതാണ് ഭക്ഷ്യഗണം അല്ലെങ്കിൽ ഫുഡ് ഗ്രൂപ്പ് എന്നാണ്. പൊതു സ്വഭാവ സവിശേഷതകൾ അടങ്ങിയ നിരവധി ഭക്ഷ്യ ഇനങ്ങളുടെ കൂട്ടാണ് പറയുന്നത്
ഭക്ഷ്യഗണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദി 2 ways of classifying food into groups ആണ്. ഭക്ഷണങ്ങളെ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്ന 2 മാർഗങ്ങളായിരുന്നു. അതിൽ ഒന്ന് മാനസിക സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണമുണ്ട്. ഭക്ഷണത്തിന് ചില മാനസിക ധർമ്മങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും, ഊർജം നൽകുക, വളർച്ചയെ സഹായിക്കുക. ഇതാണ് മാനസിക സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യ ഗ്രൂപ്പുകൾ വരുന്നത്. ഇതേപോലെ പോഷകങ്ങളുടെ അടിസ്ഥാനത്തിൽ പല വ്യത്യാസമുണ്ട്. പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം, മത്സ്യം, ഇതിലൊക്കെ ഓരോ പോഷകങ്ങളനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണങ്ങളെ തരംതിരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഗ്രൂപ്പ് ഇൻടു ഓൺ ദി ബേസ് ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ. പോഷകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യഗണങ്ങളുടെ വർഗീകരണങ്ങൾ തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷ്യഗണങ്ങൾ വരും, അതിന്റെ പ്രധാന പോഷകങ്ങളും വായിക്കും. ഇപ്പൊ അരി, ഗോതമ്പ്, നമ്മൾ ധാന്യോൽപ്പന്നം അരി, ഗോതമ്പ്, റാഗി, ഗോതമ്പ് പൊടി, ബാർലി, അവല്, ഇതൊക്കെ വരും. അതിൽ കണക്കിരിക്കുന്ന പ്രധാന പോഷകമാണ് ഊർജം, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻസ്, ഫോളിക് ആസിഡ്, ഇരുമ്പ്, നാര്. ഇതേപോലെ പയറുവർഗ്ഗങ്ങൾ, ബംഗാൾ പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, വെള്ളപ്പയർ, സോയാബീൻ, ഇതിലൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഊർജം, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ B1, വിറ്റാമിൻ B2, ഫോളിക് ആസിഡ്, ഇരുമ്പ്, നാര്. ഇതേപോലെ പാലുൽപ്പന്നങ്ങൾ, പാല്, തൈര്, ചീസ്, ഇതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ B2, A1, കാൽസ്യം, ഇതൊക്കെയാണ് അതിലടങ്ങിയിട്ട്. പിന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, മാമ്പഴം, പേരക്ക, തക്കാളി, പപ്പായ, ഓറഞ്ച്, തണ്ണിമത്തൻ, ഇതിലൊക്കെ വിറ്റാമിൻ E അടങ്ങിയിട്ടുണ്ട്, നാരടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇലക്കറികൾ, ചീര, മല്ലിയില, കടുകില, ഇതിലൊക്കെ കൊഴുപ്പ്, വിറ്റാമിൻ, അതേപോലെ തന്നെ ഫോളിക് ആസിഡ്, കാൽസ്യം, ഇരുമ്പ്, നാര്. അതേപോലെ മറ്റ് പച്ചക്കറികളുണ്ട്. ഇപ്പോൾ ക്യാരറ്റ്, വെണ്ടക്ക, ബീൻസ്, കോളിഫ്ലവർ, ഇതിലൊക്കെ ഫോളിക് ആസിഡ്, കാൽസ്യം, നാര്. ഇതേപോലെ കൊഴുപ്പ്, മധുരമൊക്കെ അടങ്ങിയതുണ്ട്. കൊഴുപ്പ് അടങ്ങിയതാണ് വെണ്ണ, നെയ്യ്, നിലക്കടല, കടുക്, വെളിച്ചെണ്ണ, അതിലൊക്കെ ഊർജ്ജവും കൊഴുപ്പാണ്. ഇതേപോലെ മധുരം അടങ്ങിയതാണ് പഞ്ചസാര, ശർക്കര, അതിലൊക്കെ കൂടുതലും ഊർജ്ജമാണ് അതിലടങ്ങിയ പോഷകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്, എക്സ്പ്ലെയിൻ ക്യാരറ്റ്. എന്താണ് സമീകൃത ആഹാരം? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സമീകൃത ആഹാരം, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം വേണമെന്നാണ് പറയുന്നത്. വ്യക്തിയുടെ ആവശ്യം വേണ്ട വിധം നിറവേറ്റുന്ന തരത്തിലുള്ള അളവില്ല വിവിധ തരം പോഷകങ്ങൾ അടങ്ങിയ വ്യത്യസ്ത തരം ഭക്ഷണങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, മാംസ്യം, മത്സ്യം, ഇതൊക്കെ അടങ്ങിയ മിക്സ്ഡ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലേ? അതാണ് ഈ സമീകൃത ആഹാരം. ഒരേ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ പോഷകങ്ങൾ കിട്ടൂല, നമ്മുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. നമുക്ക് ഭക്ഷണത്തോടുള്ളൊരു വെറുപ്പ് വരും അല്ലേ? എന്നും മാംസം അല്ലെങ്കിൽ എന്നും മത്സ്യമാകുമ്പോൾ അതൊരു വെറുപ്പ് വരും. അപ്പോൾ ഇടയിൽ നമ്മൾ ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗം, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി ഇതിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. എല്ലാ ഭക്ഷ്യഗണത്തിലും എല്ലാതരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാലികപരമായ ഭക്ഷണം ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമാണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആഹാരത്തിന്റെ മെച്ചപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സമീകൃത ആഹാരത്തിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്നതിനെയാണ് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് 2 രീതിയിലുണ്ട്. ഒന്ന് ഡയറ്റിലുള്ള മെച്ചപ്പെടുത്തലൂടെ കുടുംബത്തിലെ അംഗങ്ങൾക്കായി പാചകം ചെയ്യുന്ന ആഹാരം അളവ്, ഗുണം, തോത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ശേഷം വിളമ്പുകയാണ് ഈ ഡയറ്റിലുള്ള മെച്ചപ്പെടുത്തൽ. ഇതേപോലെ ഭക്ഷണത്തിന്റെ കൈമാറ്റ രീതിയും വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് സ്പെഷ്യൽ ഡയറ്റ്? എന്താണ് പ്രത്യേക ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ? സാധാരണ ഭക്ഷണ രീതി പ്രമേഹം പോലുള്ള രോഗികൾക്ക് പര്യാപ്തമല്ല. അതുകൊണ്ട് ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. നല്ല പോഷകാഹാരം ലഭിക്കുന്നതിനും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരഭാരത്തിൽ മാറ്റം വരുത്തുന്നതിനും ഈ സ്പെഷ്യൽ ഡയറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ചികിത്സാപരമായ ഭക്ഷണ രീതി എന്നാണ്. ഇപ്പം രോഗമുള്ള ആളുകളുണ്ടാവും. രോഗമുള്ള ആളുകളോ രോഗമുക്തി നേടുന്ന വ്യക്തിക്കോ തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണ രീതിയാണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദി ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് എ നോർമൽ ഡയറ്റ്. സാധാരണ ഭക്ഷണ രീതിയിൽ മെച്ചപ്പെടുത്താൻ വരുത്തുന്ന രീതി എന്താണ്? അതിൽ ഭക്ഷണത്തിന്റെ സംയോജനം വരുന്നുണ്ട്, പോഷണത്തിലെ ഉള്ളടക്കം വരുന്നുണ്ട്, കഴിക്കുന്ന ഇടവേളയും തോതൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 1 മാർക്കിന്റെ വീഡിയോസ് അവതരിപ്പിക്കാണ്ട് അത് അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. NISന്റെ SSLC+2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും
അഡ്മിഷൻ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ ഇതൊക്കെ നമ്മൾ ഫ്രീ ആയി നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുകൾക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.